ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു കഥാലോകം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2009 പുറത്തിറങ്ങിയ ഒരു അടിപൊളി സോംബി മൂവിയാണ്. ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സോംബി വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സോംബി ഔട്ട് ബ്രേക്കിൽ ലോകത്തിലെ എല്ലാ ജനങ്ങളും ഇപ്പോൾ സോംബികളായിട്ട് മാറി. എന്നാൽ നമ്മുടെ ഈ കഥയിലെ നായകൻ സോംബി വൈറസിൽ നിന്നും അതിന്റെ അറ്റാക്കിൽ നിന്നുമെല്ലാം എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയാണ്. അങ്ങനെ മുൻപോട്ടുള്ള അവന്റെ യാത്രയിൽ അവൻ മറ്റൊരാളെയും കൂടെ കണ്ടുമുട്ടുകയാണ്. പിന്നീട് അവർ രണ്ടുപേരും ചേർന്നായിട്ട് മുൻപോട്ടേക്ക് പിന്നീട് യാത്ര തുടർന്നു. കുറച്ചു ദൂരം കൂടെ ഇവർ യാത്ര ചെയ്തപ്പോഴാണ് രണ്ട് പെൺകുട്ടികളെ കൂടെ അവർ കണ്ടുമുട്ടുന്നത്. അങ്ങനെ അവർ 4 പേരും ചേർന്ന് ഈ ഒരു സോംബി ഔട്ട് ബ്രേക്കിനിടയിൽ നഗരത്തിലേക്ക് ഇറങ്ങി യാത്ര ചെയ്യുകയാണ്. ഇവർ 4 പേരുടെ സർവൈവലും അതിജീവനവും പറഞ്ഞ മൂവിയാണ് 2009 പുറത്തിറങ്ങിയ സോംബി ഹൊറർ ത്രില്ലർ മൂവിയായിട്ടുള്ള സോംബി ലാൻഡ്. ഭൂമിയിലെ എല്ലാ നഗരങ്ങളിലും ഒരു സോംബി വൈറസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വൈറസ് മൂലം ഭൂമിയിലെ ഒട്ടുമിക്ക ജനങ്ങളും സോംബികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു സോംബി അപ്പോക്കാലിപ്സ് തന്നെ നമ്മുടെ ഭൂമിയിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. മിക്ക സ്ഥലത്തുമുള്ള മിലിറ്ററി ഗവൺമെന്റും പട്ടാളക്കാരും ആരും തന്നെ ഇപ്പോൾ അവശേഷിക്കുന്നില്ല. ഒരു സുരക്ഷിതമായ സ്ഥാനം നോക്കി എല്ലാവരും സോംബികളിൽ നിന്ന് ഓടി അകലുകയാണ്. ഈ ഒരു വൈറസ് ഇൻഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം വളരെയധികം അഗ്രസീവാണ്. മുൻപിൽ നിൽക്കുന്നത് ആരാണെന്ന് പോലും നോക്കാതെ അവർ വയലന്റ് ആയിട്ട് കടിച്ചു കീറും. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ പോലും പെട്ടെന്ന് തന്നെയാണ് സോംബികളായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഈ ഒരു സോംബി വൈറസിൽ നിന്ന് അതിജീവിച്ച ആൾക്കാരെല്ലാവരും അവർ അവരുടെ സ്വന്തം പേര് ഉപയോഗിക്കുന്നതിന് പകരം അവർ വന്നിട്ടുള്ള അവരുടെ നഗരത്തിന്റെ പേരാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ കഥയിലെ നായകൻ കൊളംബസിനെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. സോംബികളിൽ നിന്ന് എങ്ങനെയൊക്കെയോ കൊളംബസ് രക്ഷപ്പെടുകയായിരുന്നു. അവനെപ്പോലെ സർവൈവേഴ്സ് ആയിട്ട് മറ്റാരെയും അവന് മുൻപിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. സോംബികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും ഇവിടെ അതിജീവിക്കുന്നതിനുമായിട്ട് അവൻ കുറച്ച് റൂളുകൾ അവന് വേണ്ടി തന്നെ അവൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. അവന്റെ ആദ്യത്തെ റൂൾ അനുസരിച്ച് എല്ലാവരും ഫിറ്റ് ആയിട്ടിരിക്കുക. കുറച്ച് വെയിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ സോംബികൾക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇനി രണ്ടാമത്തെ റൂൾ അനുസരിച്ച് നമ്മൾ സോംബികളെ ആരെയെങ്കിലും മുൻപിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു തവണ അതിനെ വെടിവെച്ച് കൊന്നെങ്കിലും രണ്ടാമത്തെ ഒരു തവണ കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം മിക്ക സോംബികൾക്കും മരണപ്പെട്ടു കഴിഞ്ഞാൽ തിരികെ വരാനുള്ള ശക്തിയുണ്ട്. ഇനി മൂന്നാമത്തെ റൂൾ അനുസരിച്ച് പബ്ലിക് വാഷ്റൂം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധയോടെ തന്നെ ഉപയോഗിക്കണം. കാരണം സോംബികൾ അത്യാവശ്യം ബുദ്ധിയുള്ളവരാണ്. അവർ ബാത്റൂമിന്റെ ആ ഒരു ഗ്യാപ്പ് സ്പേസിലൂടെ കയറി വന്ന് മനുഷ്യരെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നാലാമത്തെ റൂൾ എന്തെന്നാൽ സിറ്റിയിൽ കൂടെ കാറും വെഹിക്കിൾസും ഉപയോഗിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് മാത്രം യാത്ര ചെയ്യുക. ഇങ്ങനെ വലിയൊരു സോംബി ഔട്ട് ബ്രേക്ക് ഉണ്ടായത് മൂലം നഗരത്തിൽ ആക്സിഡന്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് കൊളംബസ് സർവൈവലിന് വേണ്ടി ഉണ്ടാക്കിയ 4 റൂളുകൾ. സോംബി വൈറസ് ഇപ്പോൾ സ്പ്രെഡായിട്ട് ഏകദേശം 2 മാസം കഴിഞ്ഞിരിക്കുകയാണ്. കൊളംബസ് അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ വണ്ടി എടുത്തുകൊണ്ട് അവിടെയുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുകയാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആ ഗ്യാസ് സ്റ്റേഷന്റെ വാതിൽ തുറക്കാൻ ചെന്നപ്പോഴാണ് ആ ഒരു വാതിലിന്റെ ഹാൻഡിലിൽ ഒരു ചോരപ്പാട് അവൻ കണ്ടത്. സംശയം തോന്നുന്ന കൊളംബസ് ആകട്ടെ ഒന്ന് പുറകിലേക്ക് പിൻവലിക്കുകയാണ്. അവൻ വിചാരിച്ചതുപോലെ പെട്ടെന്നായിരുന്നു ഒരു സോംബി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഇത് കണ്ടയുടനെ തന്നെ കൊളംബസ് പേടിച്ച് വരണ്ട് അവന്റെ കാറിന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. ഇവന്റെ ഈ ഒരു കരച്ചിലും ഇവിടുത്തെ ശബ്ദവുമെല്ലാം കേട്ട് മറ്റു 2 സോംബികളും അവന്റെ പുറകെ തന്നെ ഓടിക്കൂടുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഓടി അവൻ ആ കാറിന്റെ അടുത്തേക്ക് എത്തി. അവൻ കയ്യിലുണ്ടായിരുന്ന കാറിന്റെ താക്കോലെടുത്ത് വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു താക്കോല് സ്ലിപ്പായിട്ട് നിലത്തേക്ക് വീണത്. അതിനെ എടുത്തിട്ട് വാതിൽ തുറക്കാൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ പുറകെ വന്നിരിക്കുന്ന ആ ഒരു സോംബികൾ അവനെ പിടികൂടും. അതുകൊണ്ട് ആ ഒരു ഗ്യാസ് സ്റ്റേഷന് ചുറ്റും ഒരു വട്ടം കൂടി അവൻ ഓടുകയാണ്. അവന്റെ പുറകെ തന്നെ ആ ഒരു സോംബികളും ഓടി വരുന്നുണ്ട്. അത്യാവശ്യം എക്സസൈസും കാർഡിയോ വർക്കും എല്ലാം ചെയ്ത് ഫിറ്റ് ആയിട്ടുള്ള ബോഡിയാണ് കൊളംബസിനുള്ളത്. അതുകൊണ്ട് നിസ്സാരമായിട്ട് തന്നെ സോംബികളെക്കാൾ വേഗത്തിൽ ഓടാൻ കൊളംബസിന് സാധിച്ചു. അങ്ങനെ തിരികെ അവൻ അവന്റെ കാറിലേക്ക് പിന്നെയും ഓടിയെത്തുകയാണ്. അങ്ങനെ താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അവൻ ആ കാറിന്റെ അകത്തേക്ക് കയറി. അങ്ങനെ ഒരു വിധത്തിലാണ് ആ ഒരു സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ കാറ് മുൻപോട്ടേക്ക് എടുത്തത്. സമാധാനത്തോടെ അവൻ കാറിലിരുന്ന് മുൻപോട്ടേക്ക് പോയപ്പോഴാണ് അതാ മറ്റൊരു സോംബി അവന്റെ കാറിന്റെ പുറകിലത്തെ സീറ്റിലിരിക്കുന്നു. ഇത് കണ്ടപ്പോൾ തന്നെ കൊളംബസ് ഒന്ന് പേടിച്ചു പോയി. പുറകിലിരിക്കുന്ന ആ ഒരു സോംബി ആകട്ടെ ഇവനെ ആക്രമിക്കാനായിട്ട് കടിക്കാനായിട്ടും വരികയാണ്. അങ്ങനെ കാറിന്റെ നിയന്ത്രണം തെറ്റിയ കൊളംബസ് ആ ഒരു കാറ് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കടയിലേക്ക് ഇടിച്ചു കയറ്റുകയാണ്. പുറകിലുണ്ടായിരുന്ന സോംബി ആകട്ടെ കാറിന്റെ ചില്ലും തകർത്ത് വെളിയിലേക്ക് തെറിച്ചു പോവുകയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ട് കൊളംബസിന് യാതൊരു പരിക്കുമില്ലാതെ അവൻ രക്ഷപ്പെട്ടു. എന്നാൽ കൊളംബസ് വിചാരിക്കുന്നതിലും വേഗത്തിലായിരുന്നു
പുറത്തേക്ക് തെറിച്ചുപോയ ആ ഒരു സോംബി കൊളംബസിനെ ആക്രമിക്കാനായിട്ട് തിരിച്ച് ഓടി വന്നത്. കൊളംബസ് ആകട്ടെ അവന്റെ കയ്യിലുള്ള ആ ഒരു ഷോട്ട് ഗൺ ഉപയോഗിച്ച് തകർന്ന ആ ഒരു ഗ്ലാസ്സിലൂടെ അവൻ ആ സോംബിനെ വെടിവെച്ചു കൊന്നു. അവൻ കാറിന് വെളിയിൽ ഇറങ്ങിയതിനു ശേഷം ഒന്നുകൂടെ ഷോട്ട് ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് അവൻ ആ സോംബിനെ കൊന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ്. സോംബിയെ കൊന്നതിലുള്ള ആ ഒരു ആശ്വാസത്തിലും സമാധാനത്തിലും അവൻ ആ കാറിന്റെ സൈഡിലേക്ക് അങ്ങ് ഇരുന്നുപോയി. അങ്ങനെ പിറ്റേ ദിവസം കൊളംബസ് ഒഹേയോ എന്ന നഗരത്തിലേക്കുള്ള അവന്റെ യാത്ര തുടങ്ങുകയാണ്. അവന്റെ ഈ ഒരു യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ അവന്റെ പേരൻസ് ഒഹേയോ എന്ന നഗരത്തിലാണ്. അവർ ജീവനോടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനും അവരെ കണ്ടെത്താനുമായിട്ടാണ് അവൻ ഈ യാത്ര നടത്തുന്നത്. അവന്റെ യാത്രയിൽ അവൻ കുറച്ച് വസ്തുക്കൾ മാത്രമേ കയ്യിൽ കരുതിയിട്ടുള്ളൂ. മാത്രമല്ല ഈ തവണ അവൻ യാത്ര ചെയ്യുന്നത് നടന്നാണ്. വഴിയിലേക്ക് ഇറങ്ങി അവനങ്ങനെ നടന്നു നീങ്ങിയപ്പോഴാണ് കുറച്ച് അകലെയായിട്ട് ഒരു കറുത്ത ട്രക്ക് വരുന്നത് അവൻ ശ്രദ്ധിച്ചത്. ട്രക്ക് വരുന്നത് കണ്ടതേ അവൻ വഴിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. എന്നാൽ ട്രക്ക് അവന്റെ അടുത്തേക്ക് വന്ന് അവിടെ നിർത്തിയപ്പോഴാണ് അവൻ പെട്ടെന്ന് മറ്റൊരു സൈഡിലേക്ക് ഒളിച്ചു നിന്നത്. ആ ഒരു ട്രക്കിൽ നിന്ന് ഇറങ്ങി വന്നതാകട്ടെ തല്ലഹാസ് എന്നു പേരുള്ള ഒരാളായിരുന്നു. ഇവർ രണ്ടുപേരും ആകട്ടെ പരസ്പരം കണ്ടപ്പോൾ തന്നെ അവരുടെ തോക്ക് പരസ്പരം ചൂണ്ടിപ്പിടിക്കുകയായിരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊളംബസ് അവന്റെ ആവശ്യം അയാളോട് പറഞ്ഞു. അവനൊരു ലിഫ്റ്റ് വേണം. തല്ലഹാസ് അങ്ങനെ കൊളംബസിനെ ലിഫ്റ്റ് കൊടുക്കാനും അവനെ കൂടെ കൊണ്ടുപോകാനുമായിട്ട് തീരുമാനിച്ചു. കൊളംബസ് അങ്ങനെ കാറിൽ കയറിയപ്പോൾ തന്നെ അവൻ ആദ്യമേ നോക്കിയത് കാറിന്റെ പുറകിലത്തെ സീറ്റായിരുന്നു. തലേദിവസം നടന്ന ആ ഒരു ഇൻസിഡന്റിന് ശേഷം അവന് കാറിലും വണ്ടികളിലും യാത്ര ചെയ്യാൻ വളരെ ഭയമായിരുന്നു. കാറിൽ കയറിയുടനെ തന്നെ കൊളംബസ് ടല്ലഹാസുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ടല്ലഹാസിന് കൂട്ടുകൂടാനോ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോടെ യാത്ര ചെയ്യാനും യാതൊരു താല്പര്യമില്ലായിരുന്നു. ടല്ലഹാസ് അല്പം ധൈര്യവും ശക്തിയും സോംബീസിനെല്ലാം നേരിടാനുള്ള കരുത്തുമുള്ള ഒരാളായിരുന്നു. യാത്രക്കിടയിൽ ടല്ലഹാസ് അവനുള്ള ഒരു ഒബ്സഷൻ കൊളംബസിനോട് തുറന്നു പറഞ്ഞു. ട്വിങ്കി എന്നു പേരുള്ള ഒരു സ്നാക്സ് അവന് വളരെ ഇഷ്ടമാണ്. ആ ഒരു സ്നാക്സ് അത് കണ്ടുപിടിക്കാനായിട്ടാണ് അവനിപ്പോൾ ഈ ഒരു യാത്ര നടത്തുന്നത്. അങ്ങനെ അവർ അവരുടെ യാത്ര തുടരുകയാണ്. യാത്രക്കിടയിൽ വെച്ചാണ് വഴിയിൽ നിന്ന് തെന്നിമാറി ഒരു അപകടത്തിൽപ്പെട്ട ഒരു കമ്പനി ട്രക്ക് ടല്ലഹാസ് ശ്രദ്ധിച്ചത്. പുറത്തേക്കിറങ്ങി ആ ഒരു ട്രക്ക് പരിശോധിക്കാനായിട്ട് ടല്ലഹാസ് അങ്ങനെ തീരുമാനിക്കുന്നു. എന്തായാലും രണ്ടുപേരും ആ വണ്ടിയിൽ നിന്നിറങ്ങി ആ ഒരു കമ്പനി ട്രക്കിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. കൊളംബസിനും ആ ഒരു ട്രക്ക് പരിശോധിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും അവനും താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ടല്ലഹാസ് ആ ഒരു ട്രക്കിന്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോഴാണ് കുറേയേറെ സ്വീറ്റ്സും മുട്ടായികളും അതാ താഴേക്ക് വീഴുന്നു. എന്നാൽ അവൻ ആഗ്രഹിച്ച ട്വിങ്കി എന്ന ആ ഒരു സ്വീറ്റ്സ് അതിലില്ലായിരുന്നു. അതുകൂടെ കണ്ടപ്പോൾ ടല്ലഹാസിന് വല്ലാത്ത വിഷമം തോന്നി. ഏതായാലും രണ്ടുപേരും തിരികെ അവരുടെ വണ്ടിയിൽ കയറി അവരുടെ യാത്ര തുടരുകയാണ്. യാത്ര ചെയ്ത് ഒന്ന് ഫ്രഷ് ആകാനായിട്ട് ടല്ലഹാസ് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി ഒതുക്കുകയാണ്. കൊളംബസ് അങ്ങനെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടി അവിടുത്തെ ബാത്റൂമിലേക്ക് കയറുകയാണ്. അവിടെ കയറുന്നതിന് മുൻപ് കൊളംബസ് ആ ബാത്റൂമിലെങ്ങും സോംബികളുണ്ടോ എന്ന് നന്നായിട്ട് പരിശോധിച്ചു. ഇല്ല എന്ന് ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമാണ് അവനൊരു ബാത്റൂമിലേക്ക് കയറിയത്. പിന്നീട് കൊളംബസിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ അവന്റെ മുൻപിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ അവന് കാണാൻ കഴിയും. അതായത് ഒരു വിധത്തിലുള്ള ഹാലൂസിനേഷൻ. അങ്ങനെ ഒരു ഹാലൂസിനേഷനിൽ അവന്റെ ബാത്റൂമിൽ വെച്ച് ഒരു ജോക്കറിനെ പോലെയുള്ള ഒരാളെ അവൻ മുൻപിൽ കാണുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതും തന്റെ തോന്നലാണെന്ന് കൊളംബസിന് മനസ്സിലായത്. അങ്ങനെ ആ ഒരു ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് തന്നെ കൊളംബസ് അവനുണ്ടായിരുന്ന ആ പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. ഈ ഒരു സോംബി വൈറസ് സ്പ്രെഡ് ആകുന്നതിന് കുറെ കാലം മുൻപ് കൊളംബസ് അവന്റെ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്കായിരുന്നു ജീവിച്ചിരുന്നത്. പുറത്തൊന്നും ഇറങ്ങാതെ ആരുമായിട്ടൊന്നും സംസാരിക്കാതെ അവന്റെ അപ്പാർട്ട്മെന്റിൽ ഗെയിമും കളിച്ചാണ് സമയം ചെലവഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം വൈകിട്ട് അവനിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുറത്തുനിന്ന് അവന്റെ വാതിൽ ആരോ മുട്ടുന്നത് അവൻ കേട്ടത്. അവൻ ഉടൻ തന്നെ ആ ഒരു വാതിൽ തുറന്നപ്പോൾ അതാ അവന്റെ അരികിലത്തെ വീട്ടിലുള്ള ഒരു പെൺകുട്ടി. വല്ലാതെ ഭയപ്പെട്ട് പേടിയോടെയാണ് ആ ഒരു പെൺകുട്ടി അവന്റെ മുറിയിലേക്ക് കയറി വന്നത്. കൊളംബസ് ആകട്ടെ ഒരു വിധത്തിൽ ആ പെൺകുട്ടിയെ സമാധാനിപ്പിച്ച് അവിടെ ഒരു സോഫയിലിരുത്തി. അങ്ങനെ ആ പെൺകുട്ടി അവൾക്ക് നടന്ന കാര്യം എന്താണെന്ന് അവനോട് പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ആ പെൺകുട്ടി വെളിയിലേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോഴായിരുന്നു കുറച്ച് വയ്യാത്ത രീതിയിൽ ഒരു മനുഷ്യൻ അവളുടെ അടുത്തേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ അയാൾ അവളുടെ കയ്യിൽ കടിക്കുകയായിരുന്നു. തന്നെ ആക്രമിക്കാനായിട്ട് അയാൾ വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ പെൺകുട്ടി പേടിച്ച് ഇവന്റെ മുറിയിലേക്ക് ഓടി കയറി വന്നതാണ്. എന്തായാലും ഈ ഒരു രാത്രി ഇവിടെ തങ്ങിക്കോളാനായിട്ട് കൊളംബസ് ആ പെൺകുട്ടിയോട് പറഞ്ഞു. ഇവിടെ ആരും വരത്തില്ല, താൻ പേടിക്കേണ്ട കാര്യമില്ലെന്ന് കൊളംബസ് അങ്ങനെ ആ പെൺകുട്ടിയോട് പറഞ്ഞു. കൊളംബസിനും എന്താ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടം തോന്നിയിരുന്നു. അതുകൊണ്ട് അവളോട് ഇറങ്ങിപ്പോകാനും അവന് പറയാൻ തോന്നിയില്ല. അങ്ങനെ കുറച്ചു നേരത്തേക്ക് കൊളംബസ് അവിടെ ആ ഒരു സോഫയിൽ കിടന്നുറങ്ങിപ്പോവുകയാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് അത് ആ പെൺകുട്ടി ഒരു വികൃത രൂപമായിട്ട് ഒരു സോംബീനെ പോലെ തന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊണ്ട ആ ഒരു കടി കാരണം ആ പെൺകുട്ടി ഒരു സോംബിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കൂടെ മനസ്സിലായപ്പോൾ കൊളംബസ് പെട്ടെന്ന് തന്നെ ആ പെണ്ണിനെയും തള്ളി താഴെയിട്ട് ഒരു മുറിയിലേക്ക് കയറി ഒളിക്കാൻ ശ്രമിച്ചു.
എന്നാൽ വാതിലടയ്ക്കാൻ നേരത്താണ് ആ പെൺകുട്ടിയുടെ കാല് അവന്റെ വാതിലിൽ കുടുങ്ങിയത്. എന്നാൽ ആ ഒരു പെൺകുട്ടി, സോംബിയായ ആ ഒരു പെൺകുട്ടി, ആ ഒരു വാതിലും തള്ളി തുറന്ന് കൊളംബസിന് പുറകെ തന്നെ വന്നു. കൊളംബസ് ഒരു വിധത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന ബാത്റൂമിലേക്ക് കയറി. എന്നാൽ ആ ഒരു പെൺകുട്ടിയും അവന്റെ പുറകെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. കൊളംബസ് അങ്ങനെ ആ ഒരു ബാത്റൂമിലേക്ക് കയറി ഒളിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ഒരു സോംബി പെൺകുട്ടിയും അവന്റെ പുറകെ വന്ന് അവനെ പിടികൂടി. കൊളംബസ് അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ആ ഒരു പെൺകുട്ടിയുടെ തല മൂടുകയാണ്. എന്നിട്ട് അവന് പറ്റുന്നത് പോലെ തന്നെ ആ സോംബിനെ ഇടിച്ച് ബോധം കെടുത്താനായിട്ട് അവൻ പരിശ്രമിച്ചു. എന്നാൽ ആ സോംബി ആകട്ടെ ആ ഒരു പ്ലാസ്റ്റിക് കവർ പൊട്ടിച്ച് അതിന് നാക്ക് വെളിയിലേക്ക് ഇടുകയായിരുന്നു. കൊളംബസ് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമൊക്കെ ഉപയോഗിച്ച് ആ ഒരു സോംബിനെ അടിച്ചു കൊല്ലാനായിട്ട് അവൻ അവന്റെ പരമാവധി ശ്രമിച്ചു. അങ്ങനെ അതിനെ അടിച്ച് താഴെ ഇട്ടതിനു ശേഷം അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. എന്നാൽ ആ ഒരു സോംബി ആയിട്ടുള്ള പെൺകുട്ടി കൊളംബസിനെ ആക്രമിക്കാനായിട്ട് പിന്നീടും ബാത്റൂമിൽ നിന്ന് അവന്റെ അരികിലേക്ക് ഓടി വന്നു. കൊളംബസ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഒന്നും നോക്കാതെ അവിടെ ഉണ്ടായിരുന്ന ബാറ്റ് ഉപയോഗിച്ച് ആ ഒരു പെൺകുട്ടിയെ അടിച്ചു കൊല്ലുകയാണ്. അങ്ങനെ തന്നെയാണ് അവന്റെ ആ ഒരു 4 റൂളുകളിൽ ഡബിൾ ടാപ്പ് എന്ന റൂളും അവൻ അവിടെ കൊണ്ടുവന്നത്. കൊളംബസ് അങ്ങനെ അവന് നടന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ബാത്റൂമിൽ ഇരുന്നതിനെ ഓർത്തെടുക്കുകയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ഫ്രഷ് ആയതിനു ശേഷം അവിടെ നിന്നിറങ്ങി കാറിൽ അവരുടെ യാത്ര തുടരുകയാണ്. വഴിയിൽ തടസ്സമായിട്ടുണ്ടായിരുന്ന കത്തിയെരിഞ്ഞ കാറുകളെല്ലാം അവർ തള്ളി നീക്കി. എന്നിട്ട് വഴി ക്ലിയർ ആക്കിയതിനു ശേഷം അവർ അവരുടെ യാത്ര തുടർന്നു. വഴിയിൽ വെച്ച് ചില സോംബികളെയെല്ലാം കണ്ടപ്പോൾ ടല്ലഹാസ് അവന്റെ കാറ് അതിന്റെ അരികിൽ കൂടെ കൊണ്ടുപോയിട്ട് അവന്റെ വണ്ടിയുടെ വാതിലും തുറന്ന് അവനെ സോംബികളെ ഇടിച്ച് താഴെയിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര ചെയ്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ എത്തുകയാണ്. ടല്ലഹാസിന് അവന്റെ ലക്ഷ്യമാകട്ടെ ട്വിങ്കി എന്ന ആ ഒരു ക്യാൻഡി കണ്ടുപിടിക്കാനായിട്ടാണ്. അതിനുവേണ്ടി അവർ രണ്ടുപേരും അങ്ങനെ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ടല്ലഹാസ് കാറിലുണ്ടായിരുന്ന ആയുധങ്ങളും വെപ്പൺസും എല്ലാം കയ്യിൽ കരുതിക്കൊണ്ടാണ് അകത്തേക്ക് കയറിയത്. അങ്ങനെ അവർ വിചാരിച്ചതുപോലെ തന്നെ ആ ഒരു സൂപ്പർ മാർക്കറ്റിൽ സോംബികൾ കുറെ പേരുണ്ടായിരുന്നു. സോംബികളെ ഡിസ്ട്രാക്ട് ചെയ്ത് തന്റെ അരികിലേക്ക് കൊണ്ടുവരാനായിട്ട് ടല്ലഹാസ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗിത്താർ എടുത്ത് അവൻ അതങ്ങ് പ്ലേ ചെയ്തു. ഉടൻ തന്നെ അവന്റെ അരികിലേക്ക് ഓടി വന്ന സോംബികളെ അവന്റെ ഗിത്താർ ഉപയോഗിച്ചതിനെ അവൻ തല്ലിക്കൊന്നു. ചില സോംബികളെ ബേസ് ബാറ്റ് ഉപയോഗിച്ചും മറ്റു ചില സോംബികളെ വലിയ കത്രിക ഉപയോഗിച്ചും അവൻ കുത്തിക്കൊല്ലുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവിടെയുള്ള സോംബികളെ കൊന്നുവെന്ന് ടല്ലഹാസ് ഉറപ്പുവരുത്തുകയാണ്. അതിനുശേഷം അവൻ ഇഷ്ടപ്പെട്ട ട്വിങ്കി എന്ന ചോക്ലേറ്റ് അവൻ അവിടെ എങ്ങും പരിശോധിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു പേടിയോടെ ഒരു പെൺകുട്ടി അവരുടെ മുൻപിലേക്ക് ചാടി വീണത്. വിച്ച എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. വിച്ച എങ്ങനെ അവർ രണ്ടുപേരോടും ഒരു സഹായം ചോദിക്കുകയാണ്. അങ്ങനെ സഹായം ചോദിച്ചുകൊണ്ട് അവർ രണ്ടുപേരെയും വിച്ച അവിടെയുള്ള ഒരു മുറിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ആ ഒരു മുറിയിൽ ഉണ്ടായിരുന്നത് വിച്ചയുടെ സഹോദരിയായിരുന്നു. ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ കയ്യിൽ സോംബി കടിച്ചിരിക്കുകയാണ്. അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിച്ച ടല്ലഹാസിനോട് സഹായം ചോദിക്കുകയാണ്. എന്നാൽ അവളെ രക്ഷിക്കാൻ യാതൊരു മാർഗമില്ലെന്നും അവൾ സോംബിയായി മാറുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് അവളെ കൊല്ലണമെന്നും ടല്ലഹാസ് അവളോട് പറഞ്ഞു. വിച്ച അതിന് ആദ്യം സമ്മതിച്ചില്ലെങ്കിലും അവസാനം ആ ഒരു സത്യം മനസ്സിലാക്കി അവളും അത് ചെയ്യാനായിട്ട് തന്നെ തീരുമാനിക്കുകയാണ്. എന്നാൽ എൻ്റെ സഹോദരിയെ ഞാൻ തന്നെ കൊന്നുകൊള്ളാം, അതിനുള്ള റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ടെന്ന് വിച്ച അയാളോട് പറഞ്ഞു. ടല്ലഹാസ് അങ്ങനെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വിച്ചയ്ക്ക് കൈമാറുകയാണ്. കൊളംബസും ടല്ലഹാസും അത് കാണാൻ പറ്റാത്തതുകൊണ്ട് അവർ തിരിഞ്ഞു നിന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് വിച്ചയും അവളുടെ സഹോദരിയും അവരുടെ കയ്യിൽ കിട്ടിയ ആ ഒരു തോക്കെടുത്ത് അവരുടെ നേരെ തിരിഞ്ഞത്. യഥാർത്ഥത്തിൽ ആ 2 സഹോദരിമാരും ഇവരുടെ കയ്യിൽ നിന്ന് അവരുടെ ആയുധങ്ങളും കാറും തട്ടിയെടുക്കാനായിട്ട് ഇവർ തെരഞ്ഞെടുത്ത ഒരു പ്ലാൻ ആയിരുന്നു അത്. അങ്ങനെ ആ 2 പെൺകുട്ടികളും ആ ഒരു കാറും എടുത്ത് മുൻപോട്ടേക്ക് യാത്ര തുടർന്നു. കൊളംബസും ടല്ലഹാസും ആട്ടെ കാറൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അവർ അവിടെ ആലോചിച്ചു നിന്നു. മറ്റു വഴിയില്ലാത്തതുകൊണ്ട് മുൻപോട്ടേക്കുള്ള അവരുടെ യാത്രയിൽ അവർ അങ്ങനെ നടന്നു പോവുകയാണ്. നടക്കുന്നതിനിടയിൽ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന നല്ല കാറുകളുണ്ടോ എന്ന് ടല്ലഹാസ് പരിശോധിക്കുന്നുണ്ട്. എന്നാൽ ഒട്ടുമിക്ക കാറും നശിക്കപ്പെട്ട് അതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാറുകളാണ്. അങ്ങനെയുള്ള കാറുകൾ കാണുമ്പോൾ ടല്ലഹാസ് ആകട്ടെ അവന്റെ ദേഷ്യം മുഴുവൻ ആ ഒരു കാറ് തല്ലി തകർത്ത് തീർക്കുകയാണ്. അങ്ങനെ കുറെ നടന്നു കഴിഞ്ഞപ്പോഴാണ് കുറച്ചകലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു കാർ അവർക്ക് ലഭിച്ചത്. ആദ്യമേ തന്നെ കാറിന്റെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അവർ കാണുന്നത് ഒരു സോംബിയുടെ മുറിഞ്ഞുപോയ കൈകൾ ആ ഒരു സ്റ്റിയറിംഗ് വീലിൽ പിടിച്ചിരിക്കുന്നതാണ്. അതൊക്കെ ടല്ലഹാസ് എടുത്തു മാറ്റിയതിനു ശേഷം കാറിന്റെ പുറകിലത്തെ ഡോർ തുറന്നു നോക്കിയപ്പോൾ അതാ ഒരു ബാഗ് നിറയെ വെപ്പൺസ്. അങ്ങനെ അതുകൂടെ കണ്ടപ്പോൾ ടല്ലഹാസിനും കൊളംബസിനും സന്തോഷമായി. അങ്ങനെ ടല്ലഹാസ് അവന്റെ ഐക്കോണിക് നമ്പർ ആയിട്ടുള്ള 3 എന്ന നമ്പർ ആ ഒരു കാറിൽ എഴുതി വെച്ചതിനു ശേഷം അവർ രണ്ടുപേരും ആ ഒരു കാറിൽ യാത്ര തുടർന്നു. യാത്രക്കിടയിൽ ടല്ലഹാസ് അവന്റെ പഴയ കഥകൾ കൊളംബസിനോട് തുറന്നു പറയാൻ തുടങ്ങി. ഈ ഒരു സോംബി ഔട്ട് ബ്രേക്കിന് മുൻപ് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനല്ലായിരുന്നു. വളരെ ശാന്തനായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. മാത്രമല്ല എനിക്കന്ന് ഒരു വളർത്തുനായ കൂടെ ഉണ്ടായിരുന്നു.
അപ്പോൾ ഈ ഒരു സോംബികളെല്ലാം എൻ്റെ ആ ഒരു വളർത്തുനായെ കൊന്നു കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരാളായിട്ട് മാറിയത്. ആ ഒരു സമയങ്ങളിൽ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം അവൻ കൊളംബസിനോട് പറയുമ്പോൾ കൊളംബസ് ഒരു കാര്യം ശ്രദ്ധിച്ചു. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക. ആ ഒരു കാര്യം അവനവന്റെ റൂൾ ബുക്കിൽ ഒരു റൂളായിട്ട് തന്നെ അവൻ എഴുതി വെക്കുകയായിരുന്നു. അങ്ങനെ അവർ യാത്ര തുടർന്ന് മുൻപോട്ടേക്ക് നീങ്ങിയപ്പോഴാണ് അവരുടെ ആ ഒരു പഴയ കാറ് റോഡിന് നടുവിൽ നിർത്തിയിട്ടിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. ആ ഒരു കാറിന്റെ പുറത്ത് ഹെൽപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ടെലഹസ് അവന്റെ ഗണ്ണും എടുത്തുകൊണ്ട് അവൻ ആ കാറിന്റെ അടുത്തേക്ക് ചെന്നു. എന്നാൽ ആ ഒരു കാറിനുള്ളിൽ അവൻ ആരെയും കണ്ടില്ല. അതുകൊണ്ട് അവൻ തിരിച്ച് അവന്റെ കാറിലേക്ക് വന്നപ്പോഴാണ് അതാ ആ കാറിന്റെ പുറകിലത്തെ സീറ്റിൽ നമ്മൾ മുൻപ് കണ്ട ആ 2 സഹോദരിമാരിൽ ആ ഒരു ഇളയ പെൺകുട്ടിയെ അതാ കാറിലിരിക്കുന്നു. അവളുടെ കയ്യിലാകട്ടെ ഒരു തോക്കുമുണ്ട്. ആ ഒരു തോക്ക് ഉപയോഗിച്ച് അവൾ ടെല്ലഹസിനെയും കൊളംബസിനെയും ആ കാറിൽ തന്നെ ഭീഷണിപ്പെടുത്തിയിരുത്തി. ടെല്ലഹസിന്റെ കയ്യിലുള്ള ആ ഒരു തോക്ക് അവളുടെ കയ്യിലേക്ക് കൊടുക്കാനായിട്ട് ആ ഒരു പെൺകുട്ടി അവളുടെ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് പുറത്തേക്ക് ഒരു വെടിവെച്ചു. അങ്ങനെ മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ടെല്ലഹസ് ആ തോക്ക് ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ്. പിന്നീട് കൊളംബസ് ആ ഒരു വണ്ടിയുടെ ഹോൺ അടിച്ചപ്പോൾ പുറത്തുനിന്ന് വിച്ച എന്ന മറ്റേ പെൺകുട്ടി ഇറങ്ങി വരികയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയും ആ ഒരു കാറിലേക്ക് കയറുന്നു. യഥാർത്ഥത്തിൽ ആ 2 പെൺകുട്ടികളും അവർ യാത്ര ചെയ്ത ആ ഒരു ട്രക്കും കേടായി കഴിഞ്ഞപ്പോൾ മറ്റൊരു വണ്ടി കിട്ടുന്നതിന് വേണ്ടി അവർ തയ്യാറാക്കിയ പ്ലാനായിരുന്നു. ഈ ഒരു പ്ലാനിലും പെട്ടതാകട്ടെ ഇവർ 2 പേരും തന്നെ. എന്നാൽ ഈ ഒരു പ്രാവശ്യം ആ 2 പെൺകുട്ടികളും അവർ 2 പേരെയും പുറത്തേക്ക് ഇറക്കി വിട്ടില്ല. മുൻപോട്ടേക്കുള്ള അവരുടെ യാത്രയിൽ കൊളംബസിനെയും ടെല്ലഹസിനെയും അവർ 2 പേരും കൂടെ കൂട്ടി. ഇപ്പോഴാണ് ആ 2 പെൺകുട്ടികളുടെയും ഫ്ലാഷ് ബാക്ക് നമ്മളെ കാണിക്കുന്നത്. ഈ ഒരു സോംബി ഔട്ട്ബ്രേക്കിന് മുൻപ് ആൾക്കാരെ പറ്റിച്ച് സ്കാം നടത്തി ജീവിച്ചു പോകുന്നിരുന്ന 2 പെൺകുട്ടികളായിരുന്നു അവർ. വിച്ച എന്ന ആ ഒരു പെൺകുട്ടി ഗ്യാസ് സ്റ്റേഷനിന്റെയും സൂപ്പർ മാർക്കറ്റിന്റെയും മുൻപിൽ ചെന്നിട്ട് അവളുടെ മോതിരം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അവൾ അതിനു മുൻപിൽ നിന്ന് തപ്പാൻ തുടങ്ങും. അപ്പോഴാണ് ആ സൂപ്പർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷന്റെ ഓണർ അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കാര്യം അന്വേഷിക്കുന്നത്. അവളുടെ മോതിരം പോയ കാര്യവും അത് കിട്ടിയാൽ അവളെ അറിയിക്കണമെന്ന കാര്യവും അവൾ ആ കടയുടെ ഓണറിനോട് അവൾ പറഞ്ഞു കൊടുക്കും. മാത്രമല്ല അവൾക്ക് പറ്റുന്നത് പോലെ തന്നെ ആ ഒരു ഓണറിനെ അവൾ സെഡ്യൂസ് ചെയ്യാനും നോക്കും. അങ്ങനെ വിച്ച അവളുടെ കാറും എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോഴാണ് റോക്ക് എന്ന മറ്റേ പെൺകുട്ടി അവിടേക്ക് വരുന്നത്. നിലത്ത് നിന്ന് ആ ഒരു മോതിരം കിട്ടിയെന്ന് പറഞ്ഞ് ആ മോതിരവുമായിട്ട് അവൾ ആ കടയുടെ ഓണറിന്റെ അടുത്തേക്ക് ചെല്ലും. ആ കടയുടെ ഓണറാകട്ടെ ഒരു $100 ആ ഒരു മോതിരം അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. ഈ ഒരു മോതിരം വിലപിടിപ്പുള്ളത് കൊണ്ട് മറ്റേ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കൂടുതൽ പൈസ മേടിക്കാമെന്നാണ് അയാൾ വിചാരിക്കുന്നത്. എന്നാൽ ആ 2 പെൺകുട്ടികൾ നടത്തുന്ന ഒരു തട്ടിപ്പായിരുന്നു ഇത്. അവർ 2 പേരുടെയും കയ്യിൽ ഇതുപോലെ കുറെ മോതിരമുണ്ട്. ചെറിയ കാശിന് വാങ്ങുന്ന ആ ഒരു റിങ് ഉപയോഗിച്ച് ഇതുപോലെ ചെറിയ തട്ടിപ്പുകൾ നടത്തി കുറെ കാശ് അവർ തട്ടിയെടുക്കുകയാണ്. ഇതായിരുന്നു യഥാർത്ഥത്തിൽ ആ 2 പെൺകുട്ടികളും ഇതിനു മുൻപ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ പ്രസന്റ് കാലഘട്ടം കാണിക്കുകയാണ്. ആ 2 കൂട്ടരും ഇപ്പോൾ കാറിൽ അങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിലാണ് പുറകിലെ സീറ്റിലിരുന്ന റോക്ക് എന്ന പെൺകുട്ടി ഒന്ന് ഡിസ്ട്രാക്ട് ആയത്. ഈ ഒരു സമയത്ത് ടെല്ലഹസ് ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തോക്ക് തട്ടി വാങ്ങുകയാണ്. എന്നാൽ ഇത് കണ്ടപ്പോൾ തന്നെ മുൻപിലിരുന്ന വിച്ച് എന്ന പെൺകുട്ടിയാകട്ടെ അവളുടെ തോക്ക് ടെല്ലഹസിന് നേരെ ചൂണ്ടിപ്പിടിച്ചു. എന്നാൽ കൊളംബസ് ആകട്ടെ 2 കൂട്ടരെയും ഒന്ന് സമാധാനിപ്പിക്കാനാണ് നോക്കിയത്. ഇനി മുൻപോട്ടുള്ള നമ്മുടെ ഈ ഒരു യാത്രയിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് പോയാലേ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് 2 പേരും ഒന്ന് അടങ്ങാനായിട്ട് ടെല്ലഹസ് അവരെ ഒന്ന് കൺവിൻസ് ചെയ്തു. അങ്ങനെ 2 കൂട്ടരും കൺവിൻസ് ആയിട്ട് മുൻപോട്ടേക്കുള്ള യാത്ര അവർ അങ്ങനെ ഒരുമിച്ച് പിന്നീടും തുടർന്നു. യാത്രക്കിടയിൽ ആ 2 പെൺകുട്ടികളും അവർക്ക് പോകേണ്ട സ്ഥലം ഏതാണെന്ന് അവരോട് പറഞ്ഞു. പസഫിക് പ്ലേലൻഡ് എന്ന സ്ഥലത്ത് ഒരു അമ്യൂസ്മെന്റ് പാർക്കുണ്ട്. സോംബികളൊന്നുമില്ലാത്ത സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. അവിടേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. അവരുടെ ആ ഒരു യാത്രയിൽ കൊളംബസിനാകട്ടെ വിച്ചയോട് ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ട് അല്പം ഫ്ലർട്ട് ചെയ്താണ് കൊളംബസ് വിച്ചയോട് സംസാരിച്ചത്. എന്നാൽ ഇത് മനസ്സിലാക്കിയ വിച്ചയാകട്ടെ അവനെ അല്പം കളിയാക്കി തിരികെ മറുപടി കൊടുക്കാൻ തുടങ്ങി. അതിന്റെ ഇടയിൽ തന്നെ കൊളംബസിന്റെ നഗരമായിട്ടുള്ള ഒഹേ എന്ന നഗരത്തിൽ ആരും തന്നെ ഉണ്ടാകില്ലെന്നും അവിടെ സോംബികൾ പൂണ്ട് വിളയാടുകയാണെന്നും വിച്ച അവനോട് തുറന്നു പറഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞ ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ കൊളംബസിന് വളരെയധികം വിഷമം ഉളവാക്കി. കാരണം ഒഹേയോ എന്ന നഗരത്തിലാണ് അവന്റെ പേരൻസ് ഉള്ളത്. വിച്ച ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്റെ പേരൻസ് മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കൊളംബസിന് മനസ്സിലായി. ഈ ഒരു കാര്യം മനസ്സിലാക്കിയപ്പോൾ വിച്ച ആ ഒരു കാര്യം പറഞ്ഞതിൽ അവൾക്കും സങ്കടം തോന്നിപ്പോയി. ഏതായാലും മുൻപോട്ടുള്ള യാത്രയിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് വിച്ച ഏതായാലും കൊളംബസിനോട് പറയുകയാണ്. അങ്ങനെ ഏകദേശം രാത്രി ആകാറായപ്പോഴാണ് അവർ ആ ഒരു വണ്ടി ഒന്ന് സൈഡിലേക്ക് ഒതുക്കിയിട്ടത്. പുറകിലെ സീറ്റിലിരുന്ന ടെല്ലഹസും റോക്കും കടന്നുറങ്ങിയപ്പോൾ മുൻപിലിരുന്ന കൊളംബസും വിച്ചയുമാകട്ടെ അവർ കുറേയേറെ സംസാരിച്ചു. അങ്ങനെ അവർക്ക് 2 പേർക്കും പരസ്പരം ചെറിയ ഇഷ്ടം തോന്നുകയാണ്. അങ്ങനെ കുറെ ദൂരം യാത്ര ചെയ്തതിനു ശേഷം അവർക്കെല്ലാവർക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ് അവർ വണ്ടി നിർത്തുന്നത്.
ഇതാണ് പറ്റിയ അവസരം. എങ്ങനെയെങ്കിലും വിച്ചേനെ ഒന്ന് ഇംപ്രസ് ചെയ്യണം. അവിടെ ചെന്നപ്പോൾ കൊളംബസ് മനസ്സിൽ വിചാരിച്ചത് ഇതാണ്. എന്നാൽ സോംബികളൊക്കെ ഉള്ളതുകൊണ്ട് പുറത്തേക്കിറങ്ങി ആദ്യമേ ആ ഷോപ്പിലേക്ക് കയറാൻ അവന് മടിയായിരുന്നു. അങ്ങനെ ടല്ലഹാസ് തന്നെ മുൻപിലേക്ക് ചെന്ന് ഷോപ്പിന് വെളിയിലുണ്ടായിരുന്ന ഒരു ബെല്ലടിക്കുകയാണ്. അങ്ങനെ ഉടൻ തന്നെ പുറത്തേക്ക് ഓടി വന്ന ആ ഒരു സോംബിനെ ടല്ലഹാസ് വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അവർ 4 പേരും ഷോപ്പിനുള്ളിലേക്ക് കയറി അവർക്ക് ആവശ്യമായ സാധനങ്ങളും ഷോപ്പിങ്ങും എല്ലാം ചെയ്യാൻ തുടങ്ങി. കൊളംബസ് ആകട്ടെ വിച്ചേനെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെർഫ്യൂം എടുത്ത് അവൻ യൂസ് ചെയ്യുകയാണ്. അങ്ങനെ പിന്നീട് അവർ 4 പേരും ഷോപ്പിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളും ആർട്ടിഫിക്സ് ആയിട്ടുള്ള അങ്ങനെ കുറേയേറെ സാധനങ്ങളെല്ലാം അവർ ഒരു ഫണ്ടിന് വേണ്ടി എല്ലാം തല്ലി പൊട്ടിക്കാൻ തുടങ്ങി. അവരെ നിയന്ത്രിക്കാനോ അവരെ പിടിക്കാനോ ആരുമില്ലാത്തതുകൊണ്ട് അവർ മനസ്സ് തുറന്ന് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവർക്ക് ഇഷ്ടം പോലെ തല്ലി പൊട്ടിച്ചു. അങ്ങനെ ആവശ്യമുള്ള ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് അവർ തിരികെ വണ്ടിയിൽ കയറി അവരുടെ യാത്ര തുടരുകയാണ്. അങ്ങനെ മുൻപോട്ടുള്ള അവരുടെ യാത്രയിൽ അവർ 4 പേരും നല്ല സുഹൃത്തുക്കളാവുകയായിരുന്നു. പരസ്പരം തമാശകൾ പറഞ്ഞും കുറെ കാര്യങ്ങൾ പറഞ്ഞും അവർ 4 പേരും അങ്ങനെ യാത്ര തുടർന്നു. അവർക്കിനി അടുത്തതായിട്ട് മുൻപോട്ടേക്ക് യാത്ര ചെയ്യേണ്ടത് കാലിഫോർണിയയിലേക്കാണ്. തുടർച്ചയായിട്ട് യാത്ര ചെയ്തതുകൊണ്ട് അവർ 4 പേർക്കും നല്ല ക്ഷീണമുണ്ടായിരുന്നു. അതുകൊണ്ട് വണ്ടി ഒന്ന് നിർത്തി റെസ്റ്റ് എടുക്കാമെന്ന് അവർ 4 പേര് തീരുമാനിക്കുകയാണ്. മാത്രമല്ല മുൻപോട്ടേക്കുള്ള യാത്രയിൽ അവർക്കൊരു മാപ്പും ആവശ്യമാണ്. അങ്ങനെ അതും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവർ 4 പേരും കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാൽ പുറത്തിറങ്ങിയ ഉടനെ തന്നെ കുറേയേറെ സോംബികൾ അവരെ അറ്റാക്ക് ചെയ്യാൻ വന്നു. എന്നാൽ ആയുധങ്ങൾ കയ്യിലുള്ളതുകൊണ്ട് നിസ്സാരമായിട്ട് അവർ ആ സോംബികളെല്ലാം വെടിവെച്ചു കൊന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോഴാണ് അവർ നഗരത്തിലെ വലിയൊരു സെലിബ്രിറ്റി ആയിട്ടുള്ള ബില്ലിന്റെ ഒരു കൊട്ടാരത്തിന് മുൻപിൽ അവർ എത്തിയത്. ആരുമില്ലാത്തത് കൊണ്ട് ആ ഒരു വലിയ കൊട്ടാരത്തിലേക്ക് അവർ അങ്ങനെ തല്ലി തുറന്ന് കയറുകയാണ്. വിച്ച എന്ന ആ ഒരു പെൺകുട്ടിയാകട്ടെ ബില്ലെന്ന ആ ഒരു സെലിബ്രിറ്റിയുടെ വലിയൊരു ആരാധികയാണ്. ബില്ലിന്റെ ആ ഒരു വലിയ വീട്ടിൽ കയറുക എന്ന് പറയുന്നത് വിച്ചയ്ക്ക് അത്രയേറെ വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ അവളുടെ ആ ഒരു ആഗ്രഹവും അങ്ങനെ നടക്കുകയാണ്. ബില്ലിന്റെ ആ ഒരു വലിയ വീട്ടിൽ കയറിയതേ ആ 4 പേരും വളരെയധികം ആശ്ചര്യപ്പെട്ടു. കാരണം അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വീട് അവർ കാണുന്നത്. അതുകൊണ്ട് 4 പേരും അവരുടെ ആ ഒരു സമയം മുഴുവൻ ആ ഒരു വലിയ വീട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. കൊളംബസും റോക്കും എന്ന ആ ചെറിയ പെൺകുട്ടിയും കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ മിനി തിയേറ്ററിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ഗോസ്റ്റ് ബസ്റ്റർ എന്ന ഒരു മൂവി പ്ലേ ചെയ്തുകൊണ്ട് അവർ 2 പേരും ആ ഒരു തിയേറ്ററിൽ ഇരിക്കുകയാണ്. പക്ഷേ കൊളംബസിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്നാൽ വിച്ചേനെ പറ്റി നന്നായിട്ട് അറിയണം, അവളെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം, അതിനുള്ള കാര്യങ്ങളും ടിപ്സുമെല്ലാം വിച്ചയുടെ അനീതിയായിട്ടുള്ള റോക്കിനോട് ചോദിച്ചറിയാനായിട്ടാണ് അവൻ ആ തിയേറ്ററിലേക്ക് കയറിയത് തന്നെ. എന്നാൽ റോക്കാകട്ടെ കാര്യമായിട്ടൊന്നും കൊളംബസിന് മറുപടി നൽകുന്നില്ലായിരുന്നു. ഈ ഒരു സമയത്താണ് ഹാളിലുണ്ടായിരുന്ന വിച്ചയും ടല്ലഹാസും ഒരു സോംബിനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ആ വീടിന്റെ ഓണറും സെലിബ്രിറ്റിയുമായിട്ടുള്ള ബില്ലായിരുന്നു ഒരു സോംബിയായിട്ട് അവിടെ വന്ന് നിന്നത്. പുറകെ വന്ന വിച്ചയാകട്ടെ ഒരു ഗോൾഫ് ബാറ്റ് കൊണ്ട് ബില്ലിന്റെ പുറത്തേക്ക് അടിക്കുകയാണ്. എന്നാൽ ഒരു സോംബി കരയുന്നത് പോലെ അല്ലായിരുന്നു, സാധാരണ ഒരു മനുഷ്യൻ കരയുന്നത് പോലെയാണ് ബില്ല് പെട്ടെന്ന് കരഞ്ഞത്. അങ്ങനെ അവർ 2 പേരോടും ബില്ല് ഒരു കാര്യം സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ബില്ല് ഒരു സോംബി അല്ലെന്ന് അവർ 2 പേർക്കും മനസ്സിലായത്. ബില്ല് യഥാർത്ഥത്തിൽ ഒരു സോംബി വേഷം കെട്ടി നടക്കുകയാണ്. മനുഷ്യരെ തിന്നുന്ന ഈ ഒരു സോംബികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടും അവരെ ഒന്ന് കളിപ്പിക്കാനായിട്ടുമാണ് ബില്ല് ഈ ഒരു വേഷം കെട്ടി ഇറങ്ങിയത്. അങ്ങനെ ബില്ല് എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു. എന്നാൽ വിച്ചയും ടല്ലഹാസും ആകട്ടെ അവർ ആരാധിച്ച ആ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ബില്ലിനെ കണ്ട സന്തോഷത്തിലായിരുന്നു. ബില്ലിന്റെ വലിയൊരു ഫാനാണെന്നും അവനെ കാണാനായിട്ടാണ് ഇത്ര ദൂരെ വന്നതെന്നൊക്കെ ടല്ലഹാസും വിച്ചയും ബില്ലിനോട് തുറന്നു പറഞ്ഞു. പിന്നീടുള്ള സമയം അവർ 3 പേരും അങ്ങനെ കൂട്ടുകാരാവുകയാണ്. ബില്ലാകട്ടെ അവർക്ക് ആവശ്യമായ ഭക്ഷണമെല്ലാം അവന്റെ വീട്ടിൽ വെച്ച് തന്നെ അവൻ ഉണ്ടാക്കി കൊടുക്കുകയാണ്. പിന്നീട് അവരുടെ ഇഷ്ടം പോലെ ആ ഒരു ഹാളിൽ അവർ അങ്ങനെ എന്റർടൈൻ ചെയ്യുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് വിച്ച ഒരു കാര്യം ബില്ലിനോട് പറഞ്ഞത്. ആ ഒരു തിയേറ്ററിലുള്ള കൊളംബസിനെയും റോക്കിനെയും നമുക്കൊന്ന് പ്രാങ്ക് ചെയ്താലോ? ബില്ലും അങ്ങനെ ആ ഒരു തീരുമാനത്തിന് സമ്മതിക്കുകയാണ്. ബില്ല് സോംബിയുടെ ആ ഒരു വേഷത്തിൽ ആ ഒരു തിയേറ്ററിലേക്ക് പെട്ടെന്ന് കയറി ചെന്നു. എന്നാൽ ഇതൊന്നും അറിയാത്ത കൊളംബസ് ആകട്ടെ അതൊരു സോംബി ആണെന്ന് വിചാരിച്ച് അവന്റെ ഷോട്ട് ഗൺ ഉപയോഗിച്ച് ബില്ലിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ബില്ലിന്റെ ആ ഒരു അവസാന നിമിഷത്തിൽ വിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴാണ് ബില്ലിനും അവന് പറ്റിയ അബദ്ധം മനസ്സിലായത്. അങ്ങനെ അധികം വൈകാതെ ബില്ല് മരണപ്പെടുകയാണ്. മരണപ്പെട്ട ബില്ലിന്റെ ശരീരമാകട്ടെ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞുകൊണ്ട് അവർ ബാൽക്കണിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ച് ബില്ലിന് യാത്രമൊഴിയായിട്ട് അവർ 4 പേരും ആ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി അവരുടെ ഗണ്ണ് ഫയർ ചെയ്യുകയാണ്. അതിനുശേഷം മാത്രമാണ് ബില്ലിന്റെ ആ ഒരു ബോഡി അവർ ബാൽക്കണിയിൽ നിന്ന് താഴേക്കിട്ടത്. അങ്ങനെ ആ ദിവസം രാത്രിയും അവർ ആ വീട്ടിൽ തന്നെയാണ് സമയം ചെലവഴിച്ചത്. അവർ ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അവർ അവിടെ ഉണ്ടായിരുന്ന ബോർഡ് ഗെയിംസ് കളിച്ച് സമയം ചെലവഴിക്കാൻ തുടങ്ങി. ആ ഒരു സമയങ്ങളിലൊക്കെ അവർ 4 പേരും അവരുടെ പഴയ ജീവിതവും ആ ഒരു കാലഘട്ടവുമെല്ലാം ഓർത്തെടുക്കുകയായിരുന്നു.
അതിൽ പ്രധാനമായിട്ട് ടല്ലഹസ് ആയിരുന്നു പഴയ കാര്യങ്ങളെല്ലാം അവൻ ഓർത്തെടുത്തത്. അവന് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് ഒരു പട്ടിയല്ലായിരുന്നു. യഥാർത്ഥത്തിൽ അവൻ ഉണ്ടായിരുന്നത് അവന്റെ മകനായിരുന്നു. ആ ഒരു മകന്റെ മരണത്തോടെയാണ് അവൻ ഇങ്ങനെ ആയത്. ഇതൊക്കെ ഓർത്ത് സങ്കടം വന്ന ടല്ലഹസ് ആകട്ടെ കരച്ചിൽ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോളർ ഉപയോഗിച്ചാണ് അവന്റെ കണ്ണീരൊക്കെ തുടച്ചത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ടല്ലഹസ് അവന്റെ തോക്കുമെടുത്തുകൊണ്ട് ഹാളിലേക്ക് ചെല്ലുകയാണ്. ഫ്രസ്ട്രേഷനിലും ദേഷ്യത്തിലും അവിടെ ഉണ്ടായിരുന്ന കുറെ വസ്തുക്കളെല്ലാം അവൻ വെടിവെച്ച് തകർത്ത് കളഞ്ഞു. അതുമാത്രമല്ല റോക്ക് എന്ന ആ ചെറിയ പെൺകുട്ടിക്ക് എങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് അവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം വിച്ചിയും കൊളംബസും ആകട്ടെ മറ്റൊരു മുറിയിൽ ഡ്രിങ്ക്സ് കഴിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പരസ്പരം ഓരോ കാര്യവും പേഴ്സണൽ ലൈഫുമാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിനിടയിൽ കൊളംബസ് അവന്റെ കാര്യം തുറന്നു പറഞ്ഞു. അവനിതുവരെ ഒരു പെൺകുട്ടിയെ പ്രണയിച്ചിട്ടില്ലെന്നും ഒരു പെണ്ണുമായിട്ട് അവന് ഡേറ്റ് ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ലെന്നും അവൻ അവളോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തന്നെ വിച്ചയാകട്ടെ എങ്ങനെ ഡേറ്റ് ചെയ്യണമെന്നും എങ്ങനെ ഡാൻസ് കളിക്കണമെന്നുമെല്ലാം അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ അവർ തമ്മിൽ പരസ്പരം ഒരു ഇഷ്ടം വളരാൻ തുടങ്ങി. അവസാനം അങ്ങനെ പരസ്പരം ഇരുവരും ചുംബിക്കാൻ വന്നപ്പോഴാണ് ആ ഒരു മുറിയിലേക്ക് ടല്ലഹസ് പെട്ടെന്ന് കയറി വന്നത്. അവർ അങ്ങനെ ചുംബിക്കാതെ അതിൽ നിന്ന് പിൻവലിയുകയാണ്. കൊളംബസിന് കിട്ടിയ ആ ഒരു അവസരം നശിപ്പിച്ചതിൽ ടല്ലഹസിനോട് അവന് ചെറിയ ദേഷ്യവും തോന്നി. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് വിച്ചയ്ക്കും ഒരു ബോധോദയം ഉണ്ടായത്. അവൾ കൊളംബസിനോട് അവളുടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എനിക്ക് ഒരു പ്രണയത്തിലോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ എൻ്റെ സഹോദരിയെ എങ്ങനെയെങ്കിലും എനിക്ക് സംരക്ഷിക്കണം. ഇവിടെ എനിക്ക് സർവൈവ് ചെയ്യണം. അതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്ന് കൊളംബസിനോട് അവൾ തുറന്നടിച്ചു പറയുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ കൊളംബസിന് ചെറിയൊരു സങ്കടം തോന്നി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ വിച്ചയും റോക്കും അവിടെ നിന്ന് ആ ഒരു കാറിൽ കടന്നു കളയുകയാണ്. ഇനിയും കൂടുതൽ നേരം ഇവിടെ നിന്നു കഴിഞ്ഞാൽ കൊളംബസുമായിട്ട് താൻ ഒരു റിലേഷൻഷിപ്പിലാകുമെന്ന് വിച്ച ഭയന്നു. അതുകൊണ്ടാണ് അവരിൽ നിന്നകന്ന് അവർ വണ്ടിയുമായിട്ട് അവിടെ നിന്ന് പോയത്. എന്നാൽ ടല്ലഹസും കൊളംബസും അവരുടെ പുറകെ ഓടിയില്ല. കാരണം ബില്ലിന്റെ ആ ഒരു വലിയ വീട്ടിൽ കുറേയേറെ കാറുകളുണ്ട്. അതുതന്നെ അവർക്ക് ധാരാളമായിരുന്നു. എന്നാൽ കൊളംബസ് ആകട്ടെ അവരുടെ പുറകെ പോകണമെന്നും അവരെ ഫോളോ ചെയ്യണമെന്നും കൊളംബസ് ടല്ലഹസിനോട് വാശി പിടിച്ചു. എന്നാൽ ടല്ലഹസ് ആകട്ടെ അവനെ അതിന് പ്രോത്സാഹിപ്പിച്ചില്ല. കൊളംബസ് അങ്ങനെ രണ്ടും കൽപ്പിച്ച് അവിടെ ഉണ്ടായിരുന്ന ബൈക്കും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ കൊളംബസിന് ബൈക്ക് ഓടിക്കാൻ അറിയാത്തതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മറിഞ്ഞു വീണു. ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന ടല്ലഹസിനാകട്ടെ കൊളംബസിനോട് ചെറിയൊരു സഹതാപം തോന്നി. അങ്ങനെ അവനെ അവിടേക്ക് കൊണ്ടുവിടാമെന്നും കൂടെ കയറിക്കൊള്ളാനുമായിട്ട് ടല്ലഹസ് കൊളംബസിനോട് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ ആ രണ്ട് പെൺകുട്ടികളും പസഫിക് പേലൻഡ് എന്ന ആ ഒരു നഗരത്തിലെ ആ വലിയ അമ്യൂസ്മെന്റ് പാർക്കിനടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ യാതൊരു വിധത്തിലുള്ള ആനക്കോ ഒരു സോംബികളോ ഒന്നും കാണാൻ കഴിയത്തില്ല. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവർ രണ്ടുപേരും ആ ഒരു സ്ഥലത്തേക്ക് ചെന്നത്. ഒരു വിധത്തിൽ രണ്ടുപേരും പാർക്കിന്റെ അകത്തേക്ക് കയറി അവിടെയുള്ള ഇലക്ട്രിസിറ്റിയും പാർക്കിലെ റൈഡുകളും എല്ലാം അവർ ഓണാക്കുകയാണ്. അങ്ങനെ കിട്ടിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന റൈഡിലെല്ലാം കയറി അവർ രണ്ടുപേരും അങ്ങനെ സമയം ചെലവഴിക്കുകയാണ്. എന്നാൽ റൈഡിന്റെ ആ ഒരു വെളിച്ചവും ശബ്ദവും എല്ലാം കേട്ട് പുറത്തുണ്ടായിരുന്ന സോംബികളെല്ലാം ആ ഒരു പാർക്കിലേക്ക് ഇരച്ചു കയറി വരികയാണ്. പതിയെ പതിയെ ഈ രണ്ട് പെൺകുട്ടികളുടെ പുറകെ ആ ഒരു സോംബികൾ വരാൻ തുടങ്ങി. സോംബികളെല്ലാം വെടിവെച്ചിട്ട് ഒരു വിധത്തിൽ ആ ഒരു പാർക്കിനുള്ളിൽ തന്നെ അവർ മുൻപിലേക്ക് ഓടിപ്പോവുകയാണ്. അവർ എത്ര ചെയ്തിട്ടും ആ സോംബികളെല്ലാം പുറകിൽ കൂടെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലോടി രണ്ടുപേരും അവരുടെ കാറിലേക്ക് കയറിയിരുന്നു. എന്നാൽ സോംബികളാകട്ടെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാറിന്റെ ജനലുകൾ തകർത്തും മുകളിലെ സൺറൂഫിലൂടെയും എല്ലാം അവരെ ആക്രമിക്കാനായിട്ട് സോംബികൾ പിടിച്ചു കയറി വരികയാണ്. ഈ ഒരു സമയത്ത് വിച്ച കാർ സ്റ്റാർട്ടാക്കി പെട്ടെന്ന് മുൻപിലേക്ക് എടുക്കുകയാണ്. മുൻപിലുണ്ടായിരുന്ന വലിയൊരു നദി ലക്ഷ്യമാക്കിയാണ് അവൾ വണ്ടി മുൻപിലേക്ക് എടുത്തത്. അങ്ങനെ ആ ഒരു നദിയിലേക്ക് വീഴുന്നതിന് തൊട്ട് മുൻപ് രണ്ടുപേരും കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ചാടി. ആ ഒരു കാറാകട്ടെ കുറേയേറെ സോംബികളെ കൊണ്ട് ആ ഒരു നദിയിലേക്ക് അങ്ങ് ഇടിച്ചിറങ്ങുകയാണ്. അങ്ങനെ കുറേയേറെ സോംബികൾ അവിടെ വെച്ച് തന്നെ ഇല്ലാതായി. എന്നാലും കുറെ സോംബികൾ ആ ഒരു പാർക്കിലുണ്ടായിരുന്നു. ആ സോംബികളും ഇവരുടെ പുറകെ പിന്നീടും പിന്തുടർന്നു. അങ്ങനെ രണ്ടുപേരും ഓടി ഓടി മടുത്തപ്പോഴാണ് ബ്ലാസ്റ്റ് ഓഫ് എന്ന പേരുള്ള മറ്റൊരു റൈഡ് അവർ കണ്ടത്. അങ്ങനെ രക്ഷപ്പെടാനായിട്ട് അവർ രണ്ടുപേരും ആ ഒരു റൈഡിലേക്ക് കയറുകയാണ്. മുകളിലേക്കും താഴേക്കും പോകുന്ന ഒരു വെർട്ടിക്കൽ റൈഡായിരുന്നു ആ ഒരു ബ്ലാസ്റ്റ് ഓഫ്. മുകളിലേക്ക് വളരെയധികം സ്പീഡിലേക്ക് പോകും. അതേ സ്പീഡിൽ തന്നെ ആ ഒരു റൈഡ് താഴേക്കും വരും. താഴേക്ക് ആ ഒരു റൈഡ് വരുമ്പോൾ ഇവരെ കടിക്കാനായിട്ട് ആ ഒരു സോംബികൾ താഴെ നോക്കി നിൽക്കുകയായിരുന്നു. വിച്ചിറ്റിയും റോഗുമാകട്ടെ താഴേക്ക് വരുമ്പോൾ ആ ഒരു സോംബികളെല്ലാം വെടിവെച്ചിടാൻ ശ്രമിച്ചു. അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ ഗണ്ണിന്റെ ബുള്ളറ്റും പതിയെ തീരാൻ തുടങ്ങി. അങ്ങനെ മറ്റു മാർഗമില്ലാതെ വന്നപ്പോൾ അവരുടെ കാലിൽ പിടിക്കാൻ വന്ന സോംബികളെ അവർ ചവിട്ടി താഴേക്കിട്ടു. ഇനി കുറച്ച് സമയം കൂടെ ഈ ഒരു റൈഡുള്ളൂ. പെട്ടെന്ന് തന്നെ അത് ഓഫായി താഴേക്ക് വരും. അതോടുകൂടെ തന്നെ രണ്ടുപേരുടെ കാര്യം തീർന്നുവെന്ന് രണ്ടുപേരും അങ്ങനെ മനസ്സിലാക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ഹോണും അടിച്ചുകൊണ്ട് ടല്ലഹസും കൊളംബസും അവരുടെ കാറുമായിട്ട് ആ ഒരു പാർക്കിലേക്ക് കയറി വന്നത്.
ടെലഹസ് മുൻപിൽ കണ്ട സോംബികളെല്ലാം ഇടിച്ചു നിരത്തി അതിന്റെ മുകളിൽ കൂടെ കാർ കയറ്റിക്കൊണ്ടുവരികയാണ്. അപ്പോഴായിരുന്നു കൊളംബസ് ആ ഒരു നദിയിൽ വിച്ചയും സഹോദരിയും യാത്ര ചെയ്ത ആ ഒരു കാർ കിടക്കുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ അവർ മരണപ്പെട്ടു എന്നാണ് കൊളംബസ് ആദ്യമേ വിചാരിച്ചത്. എന്നാൽ ആ ഒരു റൈഡിൽ നിന്ന് ആ 2 പെൺകുട്ടികളും ഇവരുടെ പേര് അലറി കരയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ ഒരു റൈഡിൽ കുടുങ്ങിയിരിക്കുന്ന അവരെ കൊളംബസ് കാണുന്നത്. കൊളംബസ്, നീ പോയി ആ 2 പെൺകുട്ടികളെയും രക്ഷിക്കുക, ഞാൻ ഈ സോംബികളെ കൈകാര്യം ചെയ്തോളാമെന്ന് ടെലഹസ് അവനോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും 2 വഴിക്കായിട്ട് പിരിയുകയാണ്. ടെലഹസ് ആകട്ടെ അവന്റെ മുൻപിലേക്ക് വന്ന സോംബികളെല്ലാം അവൻ വെടിവെച്ചു കൊന്നു. അവിടെയുള്ള റോളർ കോസ്റ്ററിലും മറ്റ് റൈഡുകളിലുമെല്ലാം കയറി വളരെ തമാശയോടെയും വളരെ ലാഘവത്തോടെയുമാണ് ടെലഹസ് ആ സോംബികളെല്ലാം വെടിവെച്ചു കൊന്നത്. ടെലഹസ് അടുത്തതായിട്ട് അവിടെയുള്ളൊരു ഫോട്ടോ ബൂത്തിലേക്ക് ചെന്ന് അവിടെ കയറി അവൻ ആ വാതിലങ്ങ് അടച്ചു വെക്കുകയാണ്. അതിനുശേഷം അവന്റെ ചുറ്റും കൂടിയ ആ സോംബികളെല്ലാം അവൻ തുരുതുര വെടിവെച്ച് കൊന്നു കളഞ്ഞു. ടെലഹസിന് അവന്റെ കയ്യിൽ ആവശ്യത്തിലേറെ വെപ്പൺസ് ഉണ്ട്, അതുകൊണ്ട് നിസ്സാരമായിട്ട് എല്ലാത്തിനെയും അവൻ കൊന്നു കളഞ്ഞു. ഈ ഒരു സമയത്ത് കൊളംബസ് വിച്ചേനെയും റോക്കിനെയും രക്ഷിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ആ പോകുന്ന വഴി പല റൈഡുകളിലും അവന് കയറേണ്ടി വന്നു. അവിടെയൊക്കെ ഉണ്ടായിരുന്ന സോംബികളെല്ലാം അവൻ എങ്ങനെയൊക്കെയോ കൊന്നു കളഞ്ഞു. ചില സോംബികളാകട്ടെ അവിടെ ഉണ്ടായിരുന്ന റൈഡൊക്കെ തട്ടി മരണപ്പെടുകയാണ്. അങ്ങനെ ഒരുവിധം ബ്ലാസ്റ്റ് ഓഫ് എന്ന ആ ഒരു റൈഡിന്റെ അടുത്ത് കൊളംബസ് എത്തി. വിച്ചേനെയും റോക്കിനെയും ആക്രമിക്കാനായിട്ട് ഒരു സോംബി അവരുടെ കാൽക്കൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. കൊളംബസ് ഓടിച്ചെന്ന് ആ ഒരു റൈഡ് ഓണാക്കിയപ്പോൾ അവരുടെ കാൽക്കൽ തൂങ്ങിക്കിടന്ന ആ ഒരു സോംബി താഴേക്ക് വീണ് മരണപ്പെടുകയാണ്. അങ്ങനെ ഒരുവിധം ആ ഒരു സോംബിയിൽ നിന്ന് ആ 2 പെൺകുട്ടികളും രക്ഷപ്പെടുന്നു. താഴേക്ക് ഇറങ്ങി വന്ന ഉടനെ തന്നെ വിച്ച കൊളംബസിനെ കയറി കെട്ടിപ്പിടിക്കുകയും അവനെ ചുംബിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരുവിധം അവിടെ ഉണ്ടായിരുന്ന സോംബികളെല്ലാം തീർന്നിരിക്കുകയാണ്. ടെലഹസ് ആകട്ടെ അവൻ ഇഷ്ടപ്പെട്ട ട്വിങ്കി എന്ന ആ ഒരു ക്യാൻഡി തപ്പിക്കൊണ്ട് അവിടെ ഒരു സ്റ്റോറിലേക്ക് ചെല്ലുന്നു. ടെലഹസിന്റെ കൂടെ തന്നെ കൊളംബസും ഉണ്ട്. എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ട് കൊളംബസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റോറിലേക്ക് വെടി ഉതിർത്തത്. എന്നാൽ ആ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ ടെലഹസിന് ഇഷ്ടപ്പെട്ട ട്വിങ്കി എന്ന ചോക്ലേറ്റ് ആയിരുന്നു ആ സ്റ്റോറിൽ നിറയെ. എന്നാൽ കൊളംബസ് ഫയർ ചെയ്തുകൊണ്ട് ആ സ്റ്റോറിലെ ചോക്ലേറ്റും ട്വിങ്കി എന്ന ചോക്ലേറ്റും എല്ലാം നശിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു വിഷമത്തിൽ അവിടെയുള്ള ആ സ്റ്റോറിൽ നിന്ന് അവർ 2 പേരും വെളിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇവർ 2 പേരെയും കൂട്ടാതെ വിച്ചയും റോക്കും വണ്ടി എടുത്തുകൊണ്ട് പോകുന്നത് അവർ കണ്ടത്. ഈ തവണയും അവർ തങ്ങളെ കളിപ്പിച്ചു എന്ന് വിചാരിച്ച് ടെലഹസ് നോക്കി നിന്നപ്പോഴാണ് പെട്ടെന്ന് തന്നെ അവർ വണ്ടി നിർത്തിയത്. റോക്ക് എന്ന ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് വാതിൽ തുറന്ന് ടെലഹസിന് ഇഷ്ടപ്പെട്ട ട്വിങ്കി എന്ന ആ ഒരു ചോക്ലേറ്റ് അവന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. ആ വണ്ടി നിറയെ അവന് ഇഷ്ടപ്പെട്ട ആ ഒരു ക്യാൻഡി ആയിരുന്നു. അങ്ങനെ ടെലഹസിനും അവന്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടുകയാണ്. പിന്നീട് മുൻപോട്ടേക്കുള്ള അവരുടെ യാത്ര അവർ 4 പേരും അങ്ങനെ ഒരുമിച്ച് തുടങ്ങുകയാണ്. ഇത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു.